ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന DSSSBയുടെ റിക്രൂട്ട്മെന്റ് ആണ്. ടോട്ടൽ 1979 വേക്കൻസി ഉണ്ട് ഇതിനകത്ത്. ഈ 1979 വേക്കൻസിയിൽ 1417 ടീച്ചർമാരുടെ പോസ്റ്റാണ്. ഈ ടീച്ചർമാരുടെ പോസ്റ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കില്ല ഇത് മാത്രമാണെന്ന്. ടീച്ചർമാരുടെ പോസ്റ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ITI പഠിച്ചവർക്ക് ഫിറ്ററിന്റെ പോസ്റ്റ് ഉണ്ട്, 10ാം ക്ലാസ്സുകാർക്കുള്ള വേക്കൻസി ഉണ്ട്, 12ാം ക്ലാസ്സുകാർക്ക് വേക്കൻസി ഉണ്ട്. അത് കണക്ക് തന്നെ ഡിഗ്രി, എഞ്ചിനീയർ, നിങ്ങൾ BTech, ME, MTech അങ്ങനെയുള്ള എല്ലാവർക്കും ഉള്ള എല്ലാ പോസ്റ്റിനുമുള്ള വേക്കൻസി ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ആ ഒരു പോസ്റ്റ് ഏതാണെന്ന് നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇവരുടെ നോട്ടിഫിക്കേഷൻ. ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി. ഇവിടെ പറയുന്നുണ്ട് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് DSSSB ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ കാൻഡിഡേറ്റ് ഫോർ റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് അണ്ടർ മെൻഷൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹി. ഇവിടെ ഈ പോസ്റ്റ് നിങ്ങൾ നോക്കണം, ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇത് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ബയോളജിയുടെ പോസ്റ്റാണ്. ഇത് 44 പോസ്റ്റ് ഉണ്ട്. പക്ഷെ താഴെ ടീച്ചർമാരുടെ സെപ്പറേറ്റ് ടീച്ചർ എന്ന് പറയുന്നുണ്ട്, ടീച്ചിങ്. ഇവിടെ ഈ ടേബിൾ തന്നിട്ടുണ്ട്. വേക്കൻസിയുടെ ഡീറ്റെയിൽ ഇവിടെ ടോട്ടൽ വേക്കൻസി എത്രയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ആ വേക്കൻസിയുടെ നെയിം ഓഫ് ദി പോസ്റ്റ് പറയുന്നുണ്ട്, പോസ്റ്റ് കോഡ് ഇവിടെ തന്നിട്ടുണ്ട്, നെയിം ഓഫ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. URന് എത്രയുണ്ട്, OBCക്ക് എത്രയുണ്ട്, SCക്ക് എത്രയുണ്ട്, ST എത്രയുണ്ട്, EWS എത്രയുണ്ട്. ടോട്ടൽ 44 വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അംഗവൈയിൽ PWBDക്ക് 2 ഉണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. URന് 17 വേക്കൻസി ഉണ്ട്. ഓരോ തരത്തിൽ കാറ്റഗറി അനുസരിച്ചാണ് വേക്കൻസി. ടോട്ടൽ 44 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ബലിസ്റ്റിക്സ്, ഇത് ബയോളജിയാ, മേളത്തെ ബയോളജിയാ, ബലിസ്റ്റിക്സ് ഉണ്ട്. അത് കഴിയുമ്പോൾ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് കെമിസ്ട്രി ഉണ്ട്. ഇതിനെല്ലാം 37 വേക്കൻസി ഉണ്ട്. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ഡിറ്റക്ഷൻ ഉണ്ട്, 12 വേക്കൻസി ഉണ്ട്. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ഡോക്യുമെന്റ്സ് ഇവിടെ 15 വേക്കൻസി ഉണ്ട്. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് HRD QC ഇവിടെ നിങ്ങൾക്ക് 5 വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ മതി. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് സ്കൈബർ ഫോറൻസിക് 81 വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ക്രൈം സിങ്സ് ഡിസ്ട്രിക്ട് മൊബൈൽ ഫോറൻസിക് യൂണിറ്റിന്റെ ഉണ്ട്. ഇത് 46 വേക്കൻസി ഉണ്ട്. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്. ഇവിടെ 1 വേക്കൻസിയെ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഓരോടി നിങ്ങൾക്ക് പറ്റുന്ന ഇവിടെ നോക്കണം. IT അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, 125 വേക്കൻസി ഉണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഓരോ വേക്കൻസിയുടെയും താഴെ തന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവിടെ പോയി നോക്കുമ്പോൾ മനസ്സിലായി. ഫിറ്റർ ഗ്രേഡ് ITI പഠിച്ചവർക്ക് പറ്റാവും. ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലാണ് ഇത് ജോലി. 36 വേക്കൻസി ഉണ്ട്. ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ വേക്കൻസി ഉണ്ട്, 13 വേക്കൻസി ഉണ്ട്. അസിസ്റ്റന്റ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെ വേക്കൻസി ഉണ്ട്, 15. AC ആണത്, 15 വേക്കൻസി ഉണ്ട്. സബ്സ്റ്റേഷൻ അപ്രന്റീസിന്റെ വേക്കൻസി ഉണ്ട്, 37 വേക്കൻസി ഉണ്ട്. ഡേറ്റ പ്രോസസിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് A 21 വേക്കൻസി ഉണ്ട്. ഡേറ്റ ഓപ്പറേറ്റർ ഗ്രേഡ് B ഉണ്ട്, 2 വേക്കൻസി ഉണ്ട്. ഇനി ട്രെയിനഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഇവിടെ ടീച്ചർമാരുടെ വരുന്നുണ്ട്. ട്രെയിനഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ പാസ്സായെങ്കിൽ നിങ്ങൾക്ക് 675 വേക്കൻസി ഉണ്ട്. നിങ്ങളാരും ഞാൻ ഇതുവരെ ഇട്ട വേക്കൻസിയിലൊന്നും ടീച്ചർമാരുടെ വേക്കൻസി ഇട്ടിട്ടില്ല. അപ്പൊ ഈ ഒരു വേക്കൻസി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള ഒരുപാട് വേക്കൻസി ഉണ്ട്, പക്ഷെ ടീച്ചർമാരുടെ വേക്കൻസി 675 വേക്കൻസി ഉണ്ട്. ഡൊമസ്റ്റിക് സയൻസ് ടീച്ചറിന്റെ ഉണ്ട്, 129 വേക്കൻസി ഉണ്ട്. ഇനി ട്രെയിനേഡ് ഗ്രാജുവേറ്റ് ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ 163 വേക്കൻസി ഉണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രൈമറിയുടെ വേക്കൻസി 450 വേക്കൻസി ഉണ്ട്. ഇലക്ട്രിക് ഓവർസിയർ സബ് ഇൻസ്പെക്ടറുടെ വേക്കൻസി ഉണ്ട്, 19 വേക്കൻസി ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് 997 വേക്കൻസിയാണ് പറയുന്നത്. ടോട്ടൽ 1979 വേക്കൻസി. ഇത് സബ് ടോട്ടലാണ് 997. ഈ ടീച്ചർമാരുടെ മാത്രം വേക്കൻസിയാണ്. The above vacancies are tentative and based on input of the independent department bodies. അത് അവർ ചേഞ്ച് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, കുറയാനോ കൂടാനോ ഉള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് അറിയുന്നത് എന്ന് വരെയാണ്, എന്ന് തൊട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഇത് തുടങ്ങിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കണം. 16 ജൂണിൽ ഇത് തുടങ്ങും. ഓപ്പണിംഗ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ 16 ജൂണിൽ ഇത് തുടങ്ങും. 15 ജൂലൈ വരെ സമയമുണ്ട്. അപ്പൊ ഈ 16 ജൂൺ
ജൂണിൽ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇതിന്റെ വീഡിയോ ഇടുന്നതാണ്, നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ ഈ വേക്കൻസി വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ബാക്കി എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാര്യം ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ 16-ാം തീയതി ഇത് തുടങ്ങത്തുള്ളൂ. ഇപ്പൊ അപ്ലൈ തുടങ്ങിയിട്ടില്ല, അത് ഞാൻ മുന്നേറെ നിങ്ങളോട്ട് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പറയുന്നത് 15 ജൂലൈ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡിസേബിൾഡ് ആവും ഈ ആപ്ലിക്കേഷൻ ലിങ്ക്. അതിനു മുന്നേ നിങ്ങൾ അപേക്ഷിക്കുക എന്നാ പറയുന്നത്. ഇവിടെ ഈ ലിങ്ക് തന്നിട്ടുണ്ട്, 16-ാം തീയതി ഇത് ഓപ്പൺ ആകത്തുള്ളൂ, അത് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇവിടോട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ആ ഒരു രീതി പറയുന്നുണ്ട്. ഇവിടെ നെയിം ഓഫ് ദ പോസ്റ്റ് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ബയോളജിയുടെയാണ്. ഇതിനകത്ത് URന് എത്രയുണ്ട്, OBCക്ക് എത്രയോ, SC STക്ക് എത്രയുണ്ട്, EWS എത്രയുണ്ട് ടോട്ടൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ്ട് താഴത്ത് വരുമ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. മാസ്റ്റർ ഡിഗ്രി ഇൻ സുവോളജി ഓർ ബോട്ടണി ഓർ മൈക്രോബയോളജി ഓർ ആന്ത്രോപോളജി ഓർ ബയോളജി ഓർ ഹ്യൂമൻ ബയോളജി ഇതൊക്കെ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് BEdകാർക്ക് ഇതിനകത്ത് വേറെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിക്കുന്നില്ല, BEdകാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി താഴോട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി നിങ്ങളുടെ സാലറി പേ സ്കെയിൽ 29,200 തൊട്ട് 92,300 വരെ നിങ്ങൾക്ക് പേ സ്കെയിലുണ്ട്. ഗ്രൂപ്പ് സിയിൽ വരും. നിങ്ങളുടെ പേ സ്കെയിൽ പറഞ്ഞ് നിങ്ങളുടെ ഏജ് 18-27 ഇടയ്ക്കുള്ളവരായിരിക്കണം, അവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് റിലാക്സേഷൻ വിൽ ബി ഗിവൺ ആസ് പെർ പാരാ 7. ആ ഒരു നിങ്ങൾ നോക്കണം, അത് പാരഗ്രാഫ് 7 ഇവരെന്താ പറയുന്നത് നോക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോ പോസ്റ്റിന്റെ അവർ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ എഡ്യൂക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളിൽ നോട്ട് ക്വാളിഫിക്കേഷനെ പറ്റിയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് 0 ആണ്, പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഓരോ പോസ്റ്റിന്റെ ഇപ്പൊ അടുത്ത പോസ്റ്റ് ഇവിടെ പറയുന്നത്, അടുത്തത് നെയിം ഓഫ് ദ പോസ്റ്റ് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ബലിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. താഴോട്ട് നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഓരോന്നും ഞാൻ പറയാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. എന്തുമാത്രം പോസ്റ്റ് ഉണ്ട്, ആ എല്ലാ പോസ്റ്റിന്റെ അവർ എല്ലാ ഡീറ്റെയിലും ആ ഒരു കോളത്തിൽ തന്നെ അവർ തരുന്നുണ്ട്. നിങ്ങൾ നോക്കുക. താഴോട്ട് പോകാൻ നമുക്ക് വേറെ ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ഇതിൽ നിന്ന് വിപുലമായിട്ട് ചോദിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്ലിയർ ആയിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് പ്രഷറിന് അപ്ലൈ ചെയ്യാം. ആരുടെ ഇവിടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. തന്നിരിക്കുന്ന ഓരോ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷൻ നല്ലത് കണക്ക് നോക്കണം. നിങ്ങൾക്ക് പറ്റിയ എല്ലാ തരത്തിലുള്ള എല്ലാ കാറ്റഗറിയിലും ITക്കാർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇൻ ദ ട്രേഡ്, ഇത് ഏത് ട്രേഡാണ് ITക്കാർക്ക് പറ്റിയത്? ഇവിടെ മെട്രിക് 10ാം ക്ലാസ്സുകാർക്ക് 10ാം ക്ലാസ്സുകാർ ഹയർ സെക്കൻഡറിക്കാർക്കും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. പ്ലസ് ITA ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ പോസ്റ്റ് ആണ് പറയുന്നത്. ലിഫ്റ്റ് ഓപ്പറേറ്ററിന് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സുകാർക്കും ITക്കും അങ്ങനെ ഡിപ്ലോമക്കാർക്കും ഗ്രാജുവേറ്റിനും എല്ലാം ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ കാര്യങ്ങളുണ്ട്. ഓരോ കാര്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഡൊമസ്റ്റിക് സയൻസ് ടീച്ചറുടെ വേക്കൻസി ആണിത്. ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇപ്പോൾ URന് 36 ഉണ്ട്, OBCക്ക് 49 ഉണ്ട്, SCക്ക് 8 ഉണ്ട്, STക്ക് 16 ഉണ്ട്, EWS 20 ഉണ്ട്. ടോട്ടൽ 129 വേക്കൻസി ഉണ്ട്. ഇവിടെ പറയുന്ന ബാച്ചിലർ ഡിഗ്രി ഇൻ ഡൊമസ്റ്റിക് സയൻസ്, നിങ്ങൾ ഡൊമസ്റ്റിക് സയൻസ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ബാച്ചിലർ ഡിഗ്രി ഇൻ ഡൊമസ്റ്റിക് സയൻസ് ഹോം സയൻസ് ഫ്രം റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ വിത്ത് ഡൊമസ്റ്റിക് സയൻസ് ഹോം സയൻസിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ട്രെയിനിങ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ പറയുന്നത് ടീച്ചർമാരും എല്ലാം ഇത് നോക്കണം. നിങ്ങൾക്ക് BEdന് പറ്റിയുണ്ട്, PGക്ക് പറ്റിയ വേക്കൻസി ഉണ്ട് ഇവിടെ. അങ്ങനെ നിങ്ങളുടെ കാറ്റഗറി ഓരോ കാറ്റഗറിക്കും പറ്റിയത് വേക്കൻസി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുമ്പോഴത്തേക്ക് ഇത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി സിറ്റിസൺ ഓഫ് ഇന്ത്യയെ പറയുന്നുള്ളൂ. ഇന്ത്യയിലുള്ള ആർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ഗ്രാമത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. താഴോട്ട് വരുമ്പോഴത്തെ ആപ്ലിക്കേഷൻ ആൻഡ് മോഡ് ഓഫ് പേയ്മെന്റ് നിങ്ങൾ 100 രൂപയുള്ളൂ. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയുള്ളൂ. അതും ലേഡീസിനും ഫീസില്ല, SC STക്ക് ഫീസില്ല. അല്ലാതുള്ള എല്ലാവർക്കും കൂടാണ് 100 രൂപ വരുന്നത്. വൺ കാൻഡിഡേറ്റ് ആൻഡ് കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, PWD, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആൻഡ് എക്സ് സർവീസ്മാൻ കാറ്റഗറി ആർ എക്സംപ്റ്റഡ് ഫ്രം ദ പേയിങ് ആപ്ലിക്കേഷൻ ഫീസ്. 2 പരീക്ഷയുണ്ടെന്നാ പറയുന്ന ഇവര്. അത് നിങ്ങൾ പരീക്ഷയുടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ 2ന്റെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സബ്ജക്റ്റ് ഒക്കെ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. സബ്ജക്റ്റും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക. മോഡ് ഓഫ് സെലക്ഷൻ ഏതൊക്കെ? സെലക്ഷൻ ഷാൽ ബി മെയ്ഡ് ത്രൂ എക്സാമിനേഷൻ സ്കീം ഓഫ് മിഷൻ. നിങ്ങളുടെ എക്സാമിന്റെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യുന്നത്. ബാക്കി നിങ്ങൾക്ക് ഇതിനകത്ത് മൊത്തം കാര്യങ്ങളുണ്ട്. അപ്പം അപ്ലൈ ലിങ്ക് വന്നിട്ടില്ല. 16-ാം തീയതി അത് ഹൈലൈറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾ അത് കണ്ടോണം. ഇതിന് എങ്ങനെ നിങ്ങൾ റെസ്പോൺസ് തരുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ കുറഞ്ഞ പക്ഷം ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. കുറഞ്ഞ പക്ഷം ഒരു 4 മിനിറ്റെങ്കിലും
എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ എനിക്കത് ഉപകാരപ്രദമാകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും വീഡിയോ ഇടും. ഇതിന്റെ ഈ നോട്ടിഫിക്കേഷൻ വന്നതാണ്, ഇതിന്റെ അപ്ലൈ ലിങ്ക് ആക്ടിവേറ്റ് ആയ ഉടൻ നിങ്ങൾക്ക് അതിന്റെ ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തു. 16-ാം തീയതി ഇത് തുടങ്ങുന്നവര് കൺഫേം ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇത്. ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 100 രൂപയുടെ കാര്യമേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.